പെരുന്നാൾ ഞങ്ങൾ സൂക്കിൽ ഒതുക്കിയതുകൊണ്ട് പെരുന്നാളിന്റെ പിറ്റേന്നൊന്ന് കാര്യമായിട്ട് തന്നെ ഇറങ്ങാൻ വിചാരിച്ചു. ഒരു ഉച്ചരക്കായപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് ഇറങ്ങി. അല്ല കാക്കല്ലേ, അത് ഞങ്ങൾ ഒറ്റക്കൊന്നും എവിടെയും പോകില്ല, അത് വേറെ കാര്യം. മൂപ്പര് വേറെ സ്റ്റോപ്പിൽ നിന്ന് കയറും. ഈ ബസ് നിർത്തിയതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇല്ല, ദൂരെ കാണുന്ന അവിടെ. ഈ ബസ് നേരെ പോയി ഒന്ന് റൗണ്ട് അടിച്ച് കാണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും കേട്ടോ. ഈ സ്റ്റോപ്പല്ല, ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റോപ്പിൽ. ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്താൽ അവിടെ നിന്ന് മൂപ്പർക്ക് കയറാം. ഞാൻ റൗണ്ട് അടിച്ച് വരുന്ന വരെ മൂപ്പർക്ക് ഈ ബസ്സിൽ ഇരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ കൂടെ വരാഞ്ഞത്. ഞങ്ങൾ പിന്നെ അത്ര നേരം ഇരിക്കാലോ എന്ന് വിചാരിച്ച് കയറി വേഗം പോയിരുന്നത് ബാക്കിലെ സീറ്റിലായിരുന്നു. അവിടെ ഇരുന്നിട്ടൊന്നും കാണില്ല എന്നും പറഞ്ഞാണ് ഞങ്ങൾ പിന്നെ നേരെ മുന്നിലുള്ള സീറ്റിൽ പോയിരുന്നു. അവിടെ ആകുമ്പോൾ വണ്ടി പിന്നെ നമ്മുടെ കയ്യിലാണ് എന്നുള്ള ഒരു ഫീലാണ്. ഇത് നമ്മളെ നാട്ടിലെ ബസ് പോലെ അല്ലടോ, ഇതിൽ പോണത് അറിയത്തേ ഇല്ല. നമ്മൾ കാറിൽ ഇരുന്ന് എസിയും കൊണ്ട് പാട്ടും കേട്ട് പോണ അതേ ഫീലാണ്. സോറി, പക്ഷേ ഈ ബസ്സിൽ പാട്ടില്ല. അങ്ങനെ ഞങ്ങൾ കയറിയതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റോപ്പ് എത്താനായേ ആ കാണുന്ന ഒരു ബ്ലൂ ഷർട്ട് ലൈറ്റ് ബ്ലൂ ഇട്ടിക്കാണ്ട് ഫോണിലേക്ക് തലയും കുത്തി നോക്കിയിരിക്കണ മൂപ്പര്. അതാ കയറിയല്ലോ. ഞങ്ങൾ രണ്ടാളെ സീറ്റ് ചെറുതായതുകൊണ്ട് ആള് ബാക്കിലാട്ടിരുന്നത്. എനിക്ക് ഇവിടെ ഒറ്റക്ക് പോകാൻ അറിയുന്ന ഏക സ്ഥലം മെട്രോ ആണ്. കറക്റ്റ് ആയിട്ട് മെട്രോയിൽ തന്നെ കൊണ്ടുപോയി നിർത്തുമെന്ന് അറിയണോണ്ടാണ്. റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ബസ് വരും. ആ ബസ്സിൽ കയറാൻ നേരെ മെട്രോയിൽ പോയി ഇറങ്ങുക, അത്ര തന്നെ. ബസ് എപ്പോൾ വരും എപ്പം പോകും എന്നുള്ളതൊക്കെ നമ്മുടെ ഫോണിൽ നോക്കിയാലും കാണാൻ പറ്റും. മെട്രോ വരെ പോയിട്ടുള്ളൂ, ബാക്കിയൊന്നും എന്റെ മൂപ്പരില്ലാതെ ഞാൻ പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടില് യാത്ര ചെയ്യുന്നേക്കാരിൽ സുഖമാണ് കേട്ടോ, പക്ഷെ എന്താ അറിയില്ല, ഒരു പേടി. അങ്ങനെ ഞങ്ങൾ മെട്രോ എത്താനായി. ആ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. ഞാൻ തീരെ ഇൻവെർട്ടർ ഇല്ലാത്തതുകൊണ്ട് ഈ ആൾക്കാർ കൂടുന്നിടത്തുനിന്നൊക്കെ വീഡിയോ എടുക്കാൻ ഒരു ഭയങ്കര മടി. അങ്ങനെ ഞങ്ങൾ മെട്രോ എത്തിയതിന്റെ ഉള്ളിലേക്ക് നടക്കുക കേട്ടോ. ഇന്ന് നല്ല തിരക്കുണ്ട്, പെരുന്നാൾ പിറ്റേന്ന് ആയതുകൊണ്ടേക്കാരും. പെരുന്നാൾ ലീവ് 3 ദിവസം ഉണ്ട്. അപ്പൊ ഇന്നും നാളൊക്കെ നല്ല തിരക്കായിരിക്കും. ഏത് സ്ഥലത്തേക്കാ പോണതെന്നൊന്നും ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഒരു സ്റ്റേഷൻ എത്തുമ്പോൾ ഇവിടെ ഇറങ്ങണോ, എന്നാ ഇറങ്ങാം, അങ്ങനെ കണ്ടി ഇറങ്ങി പോകും. എന്നിട്ട് അവിടെ ഒന്ന് കറങ്ങി അടിച്ച് ഇവിടെ ഒന്നും ഇല്ലാന്ന് കാണുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്തിട്ടോ ഇതിന്റെ ഉള്ളിലേക്ക് കയറേണ്ടത്. ഇത് അറിയണോലുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. നല്ല തിരക്കാണ്, സീറ്റ് കിട്ടിയാൽ മതിയേനി. ഭാഗ്യം സീറ്റ് കിട്ടി. നാട്ടിലെ മെട്രോ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. ഇവിടെ വന്നാലും പിന്നെ പോണതും വരുന്നതും ഒക്കെ മെട്രോയിൽ തന്നെയാണ്. ഇതിൽ കയറി അങ്ങനെ വലിയ കാഴ്ചകളൊന്നും കാണാണ്ടാവൂല. ഈ 2 സ്റ്റോപ്പ് കഴിഞ്ഞ വരെ ഇതിങ്ങനെ മുകളിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് ഇത് അണ്ടർഗ്രൗണ്ട് ആവും. അതിന്റെ ഉള്ളിലെ ബൾബും നോക്കി ഇങ്ങനെ കുത്തിയിരിക്കും. പിന്നെ മെട്രോന്റെ ഉൾഭാഗമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നേരത്തെ പറഞ്ഞില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു. മാൾ ഓഫ് ഖത്തറിൽ പോവാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റിക്കാണ്ട് നാഷണൽ ലൈബ്രറി ആക്കി. ഇതിൽ ഒതുങ്ങും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത പാട്ടായിട്ട് പിന്നെ വരാം.